ഇൻഷാ അല്ലാഹ് നാളത്തെ മദനിയ മജ്ലിസ് ലൈലത്തുൻ നൂറിന്റെ രാവാണ്. അഥവാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം അവിടുന്ന് ജനിച്ച ഏറ്റവും പുണ്യമേറിയ റബീഉൽ അവ്വൽ 12ന്റെ രാവാണ് ലൈലത്തുൻ നൂർ. ഇൻഷാ അല്ലാഹ് ആ പവിത്രമായ രാവിലെ മദനിയ മജ്ലിസ് പവിത്രമായ മദീനയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നടക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മഹത്തായ സദസ്സ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നേരെ എയർപോർട്ടിലേക്ക് പോകണം. 4 മണിക്കാണ് ഇൻഷാ അല്ലാഹ് മദീനയിലേക്കുള്ള ഫ്ലൈറ്റ്. മദീനയിൽ നാളെ ഇൻഷാ അല്ലാഹ് മദനിയ മജ്ലിസ് നടക്കും. അതുപോലെ തന്നെ സുബഹിക്ക് നമ്മളെല്ലാ വർഷവും സുബഹിയുടെ തൊട്ട് മുമ്പായുള്ള ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമുണ്ടായ ആ സമയത്തുള്ള ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാ വർഷവും അൽഹംദുലില്ലാഹ് മൗലിദിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. 2:30 മണിക്ക് ഇൻഷാ അല്ലാഹ് മജ്ലിസ് ആരംഭിക്കും. എല്ലാവരും രാത്രി നേരത്തെ തന്നെ കുളിച്ച് നേരത്തെ ഫ്രഷായി നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ച് അതുപോലെ തന്നെ മക്കളെയൊക്കെ എഴുന്നേൽപ്പിച്ച് അങ്ങനെ നല്ല വീടുകളൊക്കെ നല്ല സുഗന്ധപൂരിതമായി ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സമയത്തെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാ വീടുകളും അണിഞ്ഞൊരുങ്ങണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. മദീനയിൽ നിന്ന് മൗലിദിന്റെ സദസ്സ് നടക്കുമ്പോ അതിലെല്ലാവരും പങ്കെടുത്ത് നമ്മുടെ കൂടെ മൗലിദുകൾ പാരായണം ചെയ്യണം. ഇൻഷാ അല്ലാഹ് മദീനയിൽ വെച്ചുള്ള ആ സമയത്തുള്ള ദുആക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആമീൻ പറയാനുള്ള അവസരമുണ്ടാകും. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് പള്ളികളിലൊക്കെ പോകുന്ന പുരുഷന്മാരായ ആളുകളൊക്കെ പള്ളികളിലേക്ക് പോകണം. പള്ളികളൊക്കെ സജീവമാകണം. വീടുകളിൽ നിൽക്കുന്ന സഹോദരിമാരെല്ലാം ഇൻഷാ അല്ലാഹ് മദനിയത്തിൽ പങ്കെടുത്ത് നമ്മുടെ കൂടെ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ആ നേരം ആ സമയം ഏറ്റവും പുണ്യമേറിയ സമയമാണ്, നേരമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കിടന്നുറങ്ങേണ്ട സമയമല്ല, മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് ചൊല്ലേണ്ട സമയമാണ്. ആ സമയം ഉണർന്നിരിക്കേണ്ട സമയമാണ്. കുട്ടികളെല്ലാവരെയും എഴുന്നേൽപ്പിക്കണം, അവരെ നല്ല വസ്ത്രങ്ങൾ അണിയിപ്പിക്കണം, അവർക്കൊക്കെ നല്ല സുഗന്ധങ്ങൾ പൂശിക്കൊടുക്കണം. അങ്ങനെ എല്ലാ വീടുകളും ഹബീബായ തങ്ങളുടെ ജനനവേളയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണം.